അപ്പോൾ അരോണയുടെ വീഡിയോ ഇതോടുകൂടി സ്റ്റോപ്പ് ചെയ്യാണ്. അരോണയുടെ മിക്ക കാര്യങ്ങളും എനിക്കറിയുന്ന എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ വിശ്വാസം. വിട്ടുപോയിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാം. ഒരുപാട് പേര് ഈ അരോണയുടെ ഫിഞ്ചിയോ കോൺസെപ്റ്റോ ഒന്നും അല്ലാത്ത രീതിയിൽ ഒരുപാട് പേര് അങ്ങനെയുള്ള കോൺസെപ്റ്റുകളൊന്നും വിശ്വസിക്കാതെ തന്നെ അരോണ വളർത്തുന്നുണ്ട്. അങ്ങനെ വിശ്വസിച്ച് വളർത്തുന്നവരുമുണ്ട്. പലർക്കും പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടായിരിക്കും. അവർക്ക് അവരുടേതായ വിശ്വാസങ്ങളുണ്ടായിരിക്കും. ഒരുപാട് പേര് ഗ്രൂം ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് ഞാനും ഗ്രൂം ചെയ്യുന്നുണ്ട്. ഭാഗ്യം വരുമോ എന്ന് ചോദിച്ച് പലരും അങ്ങനെ ചോദിക്കുന്നുണ്ട്. വളർത്തിയാൽ ഭാഗ്യം വരുമോ എന്നുള്ളത് അത് ഓരോരുത്തരുടെയും വിശ്വാസത്തെ അനുസരിച്ചിരിക്കും. ഈ വിശ്വാസം എന്ന് പറയുന്ന കാര്യത്തിൽ നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ലല്ലോ. ഓരോരുത്തർക്കും ഓരോരോ രീതിയിലുള്ള വിശ്വാസമായിരിക്കും. ആ കോൺസെപ്റ്റിൽ വിശ്വസിക്കുന്നവർക്ക് ആ രീതിയിൽ വളർത്താം. അപ്പൊ അതിനൊന്നും വേറെ എന്താ തർക്കങ്ങളൊന്നുമില്ല. അത് നിങ്ങളുടെയൊക്കെ സൗകര്യം പോലെ ചെയ്യാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ വീട്ടിലെ ജീവജാലങ്ങളെ വളർത്തുമ്പോൾ അവർക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്താൽ അതൊരു പോസിറ്റീവ് എനർജി തന്നെയാണ്. അപ്പോൾ അരോണയെന്നല്ല ഏത് മീനായിക്കോട്ടെ. ഇപ്പോൾ കോൺസെപ്റ്റ് ഈ അരോണയെ കൂടുതൽ നമുക്ക് എന്താ പറയാ ഈ ഒരു ഫിഞ്ചി കോൺസെപ്റ്റുമായിട്ടോ അല്ലെങ്കിൽ ലക്കി ഫിഷിന്റെ കാറ്റഗറിക്കകത്താണ് എല്ലാവരും ചെയ്യുന്നു എന്നുള്ളതല്ല. ഒരു ടാങ്ക് സജ്ജീകരിച്ച് നമ്മൾ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആഹാരം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ രീതിയിലുള്ള ഒരു പോസിറ്റീവ് എനർജിയാണ്. മറ്റു ജീവജാലങ്ങൾക്ക് ആഹാരം കൊടുക്കുക എന്നുള്ളത്, മീനുകൾക്ക് ആഹാരം കൊടുക്കുന്ന വളരെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള പോസിറ്റീവുള്ള കാര്യങ്ങൾ മുന്നോട്ട് ആൾക്കാർ ചെയ്തു വരട്ടെ. അരോണയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ എനിക്കറിയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് പലർക്കും അറിയായിരിക്കും. കമന്റിലോ അല്ലാന്നുണ്ടെങ്കിൽ അല്ലാതെയോ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്കിനി വേറൊരു മീൻ